ബോൺജൂർ പാരീസ്. ഇറ്റ്സ് a second day in Paris. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഹോട്ടലിലാണേ. തൊട്ടപ്പുറത്ത് തന്നെയാണ് മെർക്യൂർ ഹോട്ടൽ ഉള്ളത്. രാവിലെ എണീറ്റ് പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ഒരുമാതിരി മൂടിക്കെട്ട ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. ദൈവമേ, ഇന്ന് മഴ പെയ്യുമെന്നുള്ള രീതിയിൽ മാത്രം ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങളിരുന്നത്. ഈ ഒരു റൂമിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൈൻഡ്സ് താഴോട്ടും വരും, മുകളിലോട്ടും പോകും. ഈ റൂമിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ എന്തിപ്പോ ഈ റൂമിലെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പാരീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകണ്ടേ? അപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാം. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയി വന്നു. അപ്പൊ നമുക്ക് ഇൻട്രോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് എക്ലൂ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. Booking.com വഴിയാണ് ഞങ്ങൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മെട്രോ വഴി നമുക്ക് കറങ്ങാനായിട്ട് പോവാം. പോർട്ട് ഡെ വെർസായ് എന്നുള്ള ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ മെട്രോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെട്രോ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും വേറെ പല ലാംഗ്വേജസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് നാവിഗോ ഈസി എന്ന് പറഞ്ഞ ഒരു കാർഡ് നമുക്ക് കിട്ടും. ഒരാൾക്ക് 2.50 യൂറോ വെച്ചിട്ടാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പോയി വരാനായിട്ട് പറ്റും. ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന 1 3 എന്നുള്ളത് ടൈമിംഗ് ആണ്. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഒരു മെട്രോ വരും, 3 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത മെട്രോ വരും. ആദ്യമൊന്നും ഞങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിലും പിന്നെ പോയി വന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായത്. ഓരോ സ്ഥലത്ത് പോകാനായിട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ ഗൂഗിൾ മാപ്പിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മെട്രോയിൽ കയറാമെന്നുള്ള നമ്പേഴ്സ് ഗൂഗിൾ മാപ്പിൽ കാണിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഈ ഒരു മെട്രോ നമ്മുടെ UK ട്യൂബൊക്കെ പോലെ തന്നെയാണ്, പെട്ടെന്നാണ് സ്ഥലത്തൊക്കെ എത്തുന്നത്. പക്ഷെ ഭയങ്കര ട്രാൻസ്പോർട്ട് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടെ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എപ്പോൾ വേണേലും ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ UK പോലെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലണ്ടൻ ഫീലൊക്കെ ആണെന്ന് വേണം പറയാം. ചില മെട്രോസിൽ ഓരോ സ്റ്റോപ്സ് എത്തുന്നതിന് മുന്നേ തന്നെ അവർ സ്റ്റോപ്പിൻ്റെ പേരൊക്കെ പറയാം. അപ്പം നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. എന്തായാലും ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കത്തീഡ്രലാണ്. അപ്പം ഒരു കത്തീഡ്രൽ കയറണമെന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ ഗൈസ് മനസ്സിലായത് ഒടുക്കത്തെ ക്യൂ ആണ്. നമുക്ക് ഇന്നൊന്നും കയറാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല, പുറത്തുനിന്ന് മാത്രം ഞങ്ങൾ കണ്ടതേ ഉള്ളൂ. ഇവിടുത്തെ സീനറി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സീനറിയാണ്. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വെയിലൊക്കെ വരാനായിട്ട് തുടങ്ങിയായിരുന്നു. ഒരു നല്ല ക്ലൈമറ്റൊക്കെ വരുന്ന ആ ഒരു ഫീലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ നിന്ന് സ്റ്റക്കൊക്കെ ആയിപ്പോയി. ഞാൻ വീഡിയോസ് എടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. പക്ഷെ അച്ചു ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ വലിയ കാര്യത്തിൽ ഇവിടെ നിന്ന് പോട്ട് നൂഡിൽസ് ഒക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റൂമിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ കെറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മളൊരു കെറ്റിൽ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു. പക്ഷെ അവർ കെറ്റിൽ തന്നു. അതിനകത്ത് പക്ഷേ ലൈം സ്കെയിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ആ കെറ്റിൽ ഉപയോഗിക്കാനായിട്ട് കുറച്ച് മടിയൊക്കെ ആയി. അതുകൊണ്ട് പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവസാനം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. റാസ എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ ഒരു ക്ലൂ ഇല്ലാതാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് കയറുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു. കാരണം ഇപ്പുറത്തും അപ്പുറത്തായിട്ട് റാസ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതാ ശരിക്കുള്ള എൻട്രൻസ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഈ വഴിയാണ് എൻട്രൻസ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി. ആ ഒരു റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയർ എന്നൊക്കെ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇൻറ്റീരിയർ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾക്കൊരു ഇന്ത്യൻ ഫീലൊക്കെ തരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി. ചില ഏരിയാസിൽ ഇപ്പോഴും ക്രിസ്മസ് ഡെക്കോർസ് ഒക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് അവസാനം ഞാനത് കണ്ടുപിടിച്ച് ഗൈസ്. ഒരു ക്രിസ്മസ് മാർക്കറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ആഗ്രഹം ഈ ഒരു പ്രാവശ്യം അത് നടന്നല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ ഒരു സ്ഥലത്ത് സൺ മിഷേൽ എന്ന് പറയും. എന്ന് വെച്ചാൽ സെയിൻറ്റ് മിഷേൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എൻ്റെ ഫ്രണ്ട് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവണം എന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ പഞ്ഞിക്കൊന്നും വന്ന് ഇടില്ല കേട്ടോ. 2 സെയിൻറ്റ് മിഷേൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒന്ന് മോണ്ട് സെയിൻറ്റ് മിഷേൽ, അതൊരു ഐലൻഡാണ്. ഇത് ഫോണ്ടെയിൻ സെയിൻറ്റ് മിഷേൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്നൊന്നും ഇല്ല. ഞാൻ ഗൂഗിളിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പണ്ട് പഠിച്ചൊരു ഫ്രഞ്ച് വെച്ചിട്ടാണ് നോയൽ എന്ന് ക്രിസ്മസ് ആണെന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് ക്ലിക്കായത്. അങ്ങനെയാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ നടന്ന് ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ട് നമ്മുടെ UK പോലൊക്കെ തന്നെ. അങ്ങനെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വന്നു കേട്ടോ. കാരണം ജനുവരിയിൽ ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാന്ന് വെച്ചാൽ കുറച്ച് റെയറൊക്കെ അല്ലേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി തൊട്ടപ്പുറത്തെ ഒരു സ്ട്രീറ്റൊക്കെ കണ്ട് അതിലെ കൂടെ ഒന്ന് നടക്കാമെന്ന് വെച്ചു. കാരണം സുവനീഴ്സ് നമുക്ക് മേടിക്കണമല്ലോ. എവിടൊക്കെ ട്രിപ്പ് പോയാലും എനിക്ക് സുവനീഴ്സ് മേടിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അത് അച്ചുവിനും അറിയാം.
അങ്ങനെ നടന്ന് അവസാനം ഒരു സുവനീർ ഷോപ്പ് കണ്ടു. പിന്നെ ആദ്യം കാണുന്ന സുവനീർ ഷോപ്സിൽ നിന്ന് സുവനീർസ് മേടിക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ. നിങ്ങൾ കുറേ സുവനീർ ഷോപ്പിൽ കയറിയിട്ട് റേറ്റ് ഒക്കെ നോക്കിയിട്ട് പതൊക്കെ മേടിച്ചാലും മതി. ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദാ നിൽക്കുന്നു സെഫോറ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കയറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മെട്രോയിൽ കയറി വേറൊരു സ്ഥലത്തിലോട്ട് ഇറങ്ങാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു മെട്രോ സ്റ്റേഷനിലാണ് ഗൈസ് ഞങ്ങൾ പെട്ടുപോയത്. ഞങ്ങൾ 5 ഫ്ലോർസ് വരെ ഞങ്ങൾ നടന്നു പോയി. കാരണം ലിഫ്റ്റ് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അങ്ങനെ നടന്ന് 5ാമത്തെ ഫ്ലോറിലെത്തി വേറൊരു മെട്രോ കയറി അങ്ങനെ ഒരു സ്ഥലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊരു പള്ളിയാണേ. അപ്പോൾ ഈ ഒരു പള്ളിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് നോക്കാമെന്നൊക്കെ വെച്ചു. എനിക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെയും ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കോർസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരത് എടുത്ത് മാറ്റിയിട്ടില്ല. ഈ ഒരു ചേർച്ചിലോട്ട് വരാനായിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് പറ്റിയൊരു ചേർച്ചായിരുന്നു ഇത് ശരിക്കും ഞങ്ങൾ ലൂർദ് പള്ളി എന്ന് ഓർത്തോണ്ടായിരുന്നു ഇവിടെ വന്നത്. പക്ഷെ ലൂർദ് പള്ളി ഇവിടെ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 6 മണിക്കൂർ ട്രാവൽ ചെയ്താലേ നമുക്ക് ലൂർദ് പള്ളി എത്തത്തുള്ളൂ. അപ്പോൾ ലൂർദ് പള്ളി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചേർച്ചാണ്. പക്ഷെ ഇതിനും നമ്മൾ പറയുന്നത് നോട്രെ ഡാം ദ ലൂർദ്സ് എന്നാണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ പ്രൊണൗൺസിയേഷൻ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഇത് നല്ല പള്ളിയാണ് കേട്ടോ. ഇതിൽ ആ കയറി വരുമ്പോഴത്തേക്കായിട്ട് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ക്യാൻഡിൽസ് കത്തിച്ചിരിക്കുന്നത് ഇതൊരു നേർച്ച പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 യൂറോ 5 യൂറോ 8 യൂറോസൊക്കെ കൊടുത്ത് ആൾക്കാർ കത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും അവിടെ ഒരു കുഞ്ഞി ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി മെട്രോ ഒക്കെ പിടിച്ച് വേറൊരു സ്ഥലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെച്ചാൽ ലൂവർ മ്യൂസിയം ആണ്. അപ്പോൾ അതിലോട്ട് പോകുന്ന ആ ഒരു വഴികളാണ് ഇതൊക്കെ. ഈ ഒരു ആർക്കിടെക്ചേഴ്സ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഇതിനൊക്കെ പേരെന്താണെന്ന് അറിയത്തില്ലെങ്കിലും കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് വെയിലൊക്കെ വരാനായിട്ട് തുടങ്ങി കേട്ടോ. പക്ഷേ UK അത്രയും വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും. ഇവിടെ തണുപ്പ് കുറച്ച് കുറവാണ്. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് 1 മണിക്കൂർ വെച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ UK ടൈമിങ്ങിനെക്കാട്ടും 1 മണിക്കൂർ മുന്നോട്ടാണ് ഇവിടുത്തെ ടൈമിങ്. അങ്ങനെ നടന്ന് ഏതൊക്കെയോ ബിൽഡിങ്സിന് മുന്നിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വഴിയൊക്കെ തെറ്റി കേട്ടോ. റൈറ്റ് എടുക്കുന്നതിന് പകരം ലെഫ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അത് പോയത് നന്നായി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ വരുന്നു ഒരാൾ. കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഏതോ ഒരു മോണ്യുമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും ആ ഒരു ഈഫിൽ ടവറിൻ്റെ മേളുഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാതെ ഈഫിൽ ടവറിൻ്റെ മേളുഭാഗമാണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്നെന്തായാലും ഈഫിൽ ടവർ കാണാനായിട്ട് പോകുന്നൊന്നുമില്ല. അത് നമ്മൾ നാളത്തേക്ക് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. കാരണം നാളെയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ദിവസം വരുന്നത്. അപ്പോൾ നാളത്തേക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമായിട്ട് വെച്ചേക്കാണ്. ഇന്ന് മിക്ക ഡെസ്റ്റിനേഷൻസും കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഇതിലൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് തിരിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, ഇതെങ്ങനെയായിരിക്കും തിരിയുന്നത് കാണാനായിട്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സീനറി കാണാനായിട്ട്. കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ ഈ ലോക്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു, പേരൊക്കെ എഴുതി. അപ്പം നമ്മൾ ലവ് ലോക്കൊക്കെ വെക്കുന്ന ആ ഒരു രീതി നമ്മൾ ഈ സീരീസിനകത്തും ഫിലിംസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സെയിം രീതി തന്നെയാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ഓർത്തായിരുന്നു ഇങ്ങനെ നമുക്ക് മറ്റേ ലോക്കൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടാലോ എന്ന്. പക്ഷെ ലോക്കിൻ്റെ വില കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തു എന്തിനാ വെറുതെ അത്രയും പൈസ കൊടുത്ത് നമ്മൾ ഈ ലോക്കൊക്കെ വെക്കുന്നത്. അതിലൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങളത് മേടിച്ച് ഇടാനായിട്ടൊന്നും പോയൊന്നുമില്ല. ഇതിൽ ഞാൻ ഓർത്ത് അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷെ എന്നെ തേച്ച് ആ ഒരു ലോക്കിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മോണ്യുമെൻറ്റ്. ഇത് കാണാൻ നല്ല രസമില്ല. ഒരുമാതിരി ഒരു ഇന്ത്യൻ ടച്ചൊക്കെ അല്ലേ ഇതിനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സൂര്യനെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോ നമുക്ക് അധികം അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അതിലെ നടന്ന് ആ ഒരു വഴി നടന്നപ്പോഴാണ് മനസ്സിലായത് എവിടെയോ നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ റൈറ്റ് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റൈറ്റ് എടുക്കുന്നതിൻ്റെ പകരം നമ്മൾ ലെഫ്റ്റാണ് എടുത്തത്. പിന്നെ ഈ ഏരിയസിലൊക്കെ പെയിൻറ്റിങ്സും പിന്നെ ഈ കുഞ്ഞ് പാരീസ് ഈഫിൽ ടവറിൻ്റെ ഒക്കെ ആ ഒരു കീച്ചെയിനും കാര്യങ്ങളൊക്കെ അവർ വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ മേടിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സുവനീർസ് ശരിക്കും പറഞ്ഞാൽ നാളെ മേടിക്കാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്ന് എന്തായാലും സുവനീർ ഷോപ്സ് കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് റേറ്റ് ഒക്കെ നോക്കി വെക്കാന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാന ലൂവർ മ്യൂസിയം അടുക്കാറായിട്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നടന്നപ്പോഴത്തേക്കും മടുത്ത് കേട്ടോ. കാരണം നമ്മൾ അതുപോലെ ഒത്തിരി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി നമ്മൾ നടക്കണമല്ലോ. കൂട്ടത്തിൽ ആ ബാഗിനകത്ത് ഒരു വലിയ ബോട്ടിൽ വാട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാഗ് മാറി പിടിക്കണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് നമ്മൾ ഫോട്ടോസും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 to 4% ഉള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണേലും ഫോൺ ഓഫ് ആവുന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്യണം.
പിന്നെ ഫോട്ടോസ് എടുക്കണം എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഞങ്ങളുടെ കോൺസെൻട്രേഷൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ സോഷ്യൽ മീഡിയാസ് പിന്നെ ഈ ഒത്തിരി ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് പോകുന്നതിനും എനിക്കിഷ്ടം ഈ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ നമ്മളായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകാന്നുള്ള രീതിയിലാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. പിന്നെ കണ്ടന്റ് ക്രിയേറ്ററും കൂടെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമല്ലോ. അതുമല്ല നമ്മൾ പാരീസ് ട്രിപ്പിൽ പോകുന്ന അറിഞ്ഞ് ആ ഒരു ടൈം തൊട്ടേ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു വീഡിയോസ് ഷൂട്ട് ചെയ്യണേ, വീഡിയോസ് ഇടണേ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പാരീസിലല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പാരീസിലെത്തി എന്നുള്ളത്. ഞാൻ 12th പഠിക്കുന്ന ടൈമിൽ ഞാൻ സ്വപ്നം കണ്ടൊരു കാര്യമായിരുന്നു പാരീസിൽ പോകണമെന്നുള്ളത്. അന്ന് കണ്ട സ്വപ്നം ഇന്ന് എനിക്ക് സാധിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും ഹാർഡ് വർക്ക് എൻ്റേതല്ല, ഇത് ഫുള്ള് ക്രെഡിറ്റ് പോകുന്നത് അച്ചുവിനാണ്. അച്ചുവാണ് ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഈ ഒരു പാരീസ് ട്രിപ്പ് സർപ്രൈസ് ആക്കണമെന്നുള്ള രീതിയിലിരുന്നത്. അച്ചുവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് ഇതറിയുന്നത് പാരീസ് ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ട്രാവൽ ഐറ്റിനറി കാര്യമായി അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് 2-3 ഫേമസ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ അങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. എഴുതിയിട്ടതും എഴുതിയിടാത്ത ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഒരു ചെറിയ രീതിയിൽ അവിടെ ജൈൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രഞ്ചായി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐഫിൽ ടവറിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ആർക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പതുക്കെ നമ്മുടെ ഫോൺ ബാറ്ററി അങ്ങോട്ട് ഡൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോൺ പെട്ടെന്ന് അങ്ങ് ഓഫ് ആവും. നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും പാരീസിൻ്റെ വേറൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ചെയ്യാൻ്റെ സൈനിങ് ഓഫ്.